ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചി എല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് ഗംഗ ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഗ്ലാമി ഗംഗ പുള്ളിക്കാരിയെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം യൂട്യൂബിൽ അത്രത്തോളം വൈറലാണ് ചേച്ചി. ഏകദേശം 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, അധികമായി കഴിഞ്ഞാൽ അമൃതും മെച്ചോ. കാരണം എപ്പോഴും ഒരേ കാണികൾ തന്നെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. തുടക്കത്തിൽ ഞാനാണെങ്കിൽ ഈ ചേച്ചിയെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് വീഡിയോക്കകത്ത് അത്യാവശ്യം ഞാൻ നല്ല രീതിക്ക് എൻ്റെ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ചേച്ചിയുടെ കണ്ടന്റിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ വ്ളോഗും പിന്നെ ബ്യൂട്ടി ടിപ്സും ഫാമിലി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും സംഭവങ്ങളും എല്ലാം ചേച്ചി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചേച്ചി അറിയാത്തവർക്ക് വരെ ഒരു 2-3 ആഴ്ച മുമ്പുള്ള ചേച്ചിയുടെ കല്യാണത്തിൽ കൂടെ തന്നെ ചേച്ചിയെ പിടികിട്ടിക്കാണ്. അതായത് അത്രത്തോളം വിവാദം സൃഷ്ടിച്ചിട്ടുള്ളൊരു കല്യാണമായിരുന്നു ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെ. ഏകദേശം യൂട്യൂബിൽ നിന്ന് മാത്രം സ്വന്തമായിട്ട് വീട് വെച്ച് ചേച്ചിയുടെ ആ ലൈഫ് ഫുള്ളായിട്ട് അങ്ങ് സെറ്റിലായെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ചേച്ചി കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിൽ കൂടി ഇത്രത്തോളം വിവാദം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വ്ളോഗ് സംഭവങ്ങളൊക്കെ ഇടുന്നത്. കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തു നോക്കിയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതായത് ഈ ചേച്ചി ആണെങ്കിൽ മുറിയിലോട്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ചെന്ന് ആ മുറിയിലോട്ട് കയറി പോകുന്നൊരു വീഡിയോ വ്ളോഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ കയറി ചെന്നപ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കട്ടിൽ വിരിച്ചിട്ടില്ല. അന്നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ തിരക്കിൻ്റെ സംഭവങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ പെട്ടെന്ന് വിരിക്കാനൊന്നും ടൈം കിട്ടി കാണത്തില്ല, വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യാതെ എടുത്തായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അന്നേരം അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ചേച്ചി അതിന് റിപ്ലൈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വീണ്ടും തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് ചേച്ചി യൂട്യൂബ് തുടങ്ങിയിട്ട് വർഷങ്ങളായി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വർഷങ്ങളായപ്പോൾ ചേച്ചിക്ക് അറിയാമായിരിക്കുമല്ലോ യൂട്യൂബ് എവിടെ തൊട്ട് കഴിഞ്ഞാൽ എവിടെ ക്ലിക്ക് ആവുമെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് നെഗറ്റീവ് അതിൻ്റെ ഇടയിൽ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് വൈറലായി കഴിഞ്ഞാലോ ചേച്ചിക്ക് അതറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇടയ്ക്കൊക്കെ ചെറിയൊരു നെഗറ്റീവ് വീടെന്നും പറഞ്ഞാൽ അതിന് പാകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈകൾ ഈ വീഡിയോ കൂടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു വ്ളോഗിനകത്ത് ചേച്ചി ആണെങ്കിൽ ആ ബെഡ് വിരിക്കാത്തത് ഇട്ട് കൊടുത്തെങ്കിൽ ഇപ്പോൾ വീണ്ടും ഓരോ സംഭവങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഡേ ഇൻ ലൈഫ്, ഭർത്താവിൻ്റെ വീട്ടിലെ ഡേ ഇൻ ലൈഫ് ചേച്ചി ആണെങ്കിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ സംഭവങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആൾക്കാർ നെഗറ്റീവ് അയച്ചോട്ടെ, എനിക്കത് കേൾക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊരു രീതിയിലാണ് ചേച്ചി ഈ വീഡിയോ കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിലൊരു 1-2 സീൻസ് ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വാവ്, എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടാണ് നമ്മൾ പറയേണ്ട ഒന്നാമത്തെ പോയിന്റ് ഇരിക്കുന്നത്. അതായത് അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള അഭിനയമാണ് നമ്മുടെ ഗ്ലാമി ചേച്ചിയും ആ പുള്ളിക്കാരനോട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അതായത് സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാമറ വേണമല്ലോ. ഇത് നോക്കിക്കൊണ്ടാൽ ട്രൈപോഡ് കൊണ്ടുവച്ച് ക്യാമറ കൊണ്ടുവച്ച് റിംഗ് ലൈറ്റ് ഓണാക്കി, ലൈറ്റ് എല്ലാം ഓണാക്കിയതിന് ശേഷം ക്യാമറയും ഓണാക്കിയിട്ട് പിന്നെയും വന്ന് കിടന്നിട്ട് ഒന്നേന്ന് എണ്ണിക്കുന്ന രീതിയിൽ അഭിനയിച്ചാണ് ചേച്ചി അതിൻ്റെ മുമ്പിൽ വീഡിയോ ആക്കി ഇട്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിക്കോണേ. അഭിനയം ഇത്രയും മികച്ചതാക്കാൻ വേണ്ടി ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെടുക. അതിനുവേണ്ടിയാണ് ചേച്ചി ഒരു ലൈക്ക് സബ്സ്ക്രൈബും ചോദിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ആകെപ്പാടുള്ളൊരു ആശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാ റീച്ചിന് വേണ്ടിയാണല്ലോ, അതും നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ചേച്ചി ആണെങ്കിൽ ഇത്ര അഭിനയ സംഭവങ്ങളൊക്കെ ഇടുന്നത് അതൊരു സിനിമാറ്റിക് ഫീൽ വരുത്താനായിരിക്കും. എൻ്റെ പൊന്നെ, ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ചേച്ചി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടേ കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുമല്ലേ, കാണ്. കൊള്ളാമില്ലയോ? ഇതിനു മുമ്പ് ഞാൻ ചേച്ചിയുടെ അതേ റിലേറ്റ് ചെയ്ത്, അതായത് ചേച്ചിയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഫുള്ളും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തതാണ് ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് വെറുപ്പിക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ്, കുറച്ച് നാൾ മുമ്പ് വരെയുള്ള വീഡിയോസ് സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കാണുമായിരുന്നു അത്യാവശ്യം ഷോർട്സും ആ വ്ളോഗ് സംഭവങ്ങളൊക്കെ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വെറുപ്പിക്കുന്നതിന് പീക്ക് ലെവലിൽ നിന്നാണ് ചേച്ചി വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് സ്വന്തം വില സ്വന്തമായിട്ട് കൊണ്ട് കളയുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതേ സംഭവം തന്നെയാണ് ചേച്ചി ഇവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് ഗ്ലാമി ചേച്ചി, നിങ്ങൾ ഇഷ്ടമുള്ളവരെ കൂടെ ഇങ്ങനെ വെറുപ്പിക്കല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഇരുന്ന് ചേച്ചിയും ചേട്ടനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക, ക്യാമറ വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്തൊരു അഭിനയമാടേ. എന്നാലും ബാക്കി കൂടെ കണ്ടു നോക്കാം.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അപ്പുവിന്റെ വീട്ടിലാണ്. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റതേ ഉള്ളൂ. ഉറക്കം എണീറ്റിട്ട് കുറച്ചു നേരമായി, ഒരു മണിക്കൂറാണ് കേട്ടോ ഉറക്കം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഇവിടെ എനിക്ക് മെയിലൊക്കെ ചെക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അപ്പൂന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പുള്ളി വർക്കിലോട്ട് കയറി. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൂന് എന്താണ് ജോലി എന്നുള്ളത്. ഓൾറെഡി നമ്മളെ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. പൊന്നെ എന്താണ് ജോലി എന്ന് ഗൈസ്. അപ്പൂനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മിസ്റ്റർ വിഷ്ണു എന്നാണ്. അപ്പം ആദ്യം എനിക്ക് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പൂന് പുറത്തുനിന്ന് വർക്ക് കിട്ടിയതിനു ശേഷം അപ്പൂന് എഡിറ്റിംഗ് ഇല്ല. അപ്പൊ എനിക്കിപ്പം വേറെ ഉണ്ട്, എന്റെ എഡിറ്റർ വേറെ 2 പേരുണ്ട് എനിക്കിപ്പം. എന്തായാലും കൊള്ളാം കേട്ടോ, 2 എഡിറ്ററുണ്ട്. ഈ ഒരു വ്ളോഗും സംഭവങ്ങളും ഒക്കെ ചുമ്മാ എടുത്ത് വെച്ച്, അതായത് ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ ചുമ്മാ എടുത്ത് യൂട്യൂബിലോട്ട് ഇടാൻ വേണ്ടി 2 എഡിറ്റർമാരാണെന്ന് ചേച്ചിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോക്ക് തന്നെ ആ ചേച്ചി മുമ്പിലോട്ട് പോകുന്നെങ്കിൽ ഒരു എഡിറ്ററിന്റെ പോലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം വിവാദമാണ് വലിച്ചുവാരി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ നെഗറ്റീവ് അയക്കുന്ന കുറെ ആൾക്കാരുണ്ട് കമന്റ് ബോക്സ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതേപോലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അതിന് നെഗറ്റീവ് പറയുമ്പോൾ അതിന് എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ അങ്ങനെ പറഞ്ഞെന്ന് ചേച്ചി പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റർമാരുടെ സുഖമാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ കഷ്ടപ്പെട്ടിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിന്റെ എത്ര ഇരട്ടി ശമ്പളമാണ് ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ഇരിക്കുന്നതൊക്കെ ഒരുമിച്ച് ചേർത്ത് യൂട്യൂബിൽ എടുത്ത് കൊടുക്കുന്ന ആ 2 എഡിറ്റർമാർക്ക്. അതും പറയാതെ അത്രയും കാശും ചുമ്മാ കിട്ടുകയും ചെയ്യും. എന്തൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ചേച്ചിയുടെ ആ ബെഡ്ഷീറ്റ്, കട്ടിലെ ബെഡ്ഷീറ്റ് വിരിച്ചിടാത്തതിനെ കുറിച്ചുള്ള വിവാദത്തിനെ കുറിച്ച് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഇനി എനിക്കിത് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, മേ ബി എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഇത് എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മള് അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ ഇതുകൊണ്ടായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പ മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പൂന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞ ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കറക്റ്റായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. പോലെ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത്, ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്, വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്നതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. എന്തായാലും പറഞ്ഞതിന് നമുക്ക് എതിര് പറയാനുണ്ട്. അതായത് ഈ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവം അത് നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ എത്രത്തോളം നല്ലൊരു കണ്ടന്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1-2 ആൾക്കാർ വന്ന് കിടന്ന് ഇതേപോലുള്ള ജഡ്ജ്മെന്റ് ചെയ്യും. അതിനെ നമുക്ക് ആർക്കും തടയാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചിയാണെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനെതിരായിട്ട് കമന്റ് അയക്കും. എല്ലാവരും ഒരേ ചിന്തയുള്ള ആൾക്കാരല്ല, പല മൈൻഡുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പലവരും പല രീതിയിലായിരിക്കും അതിന് മറുപടി അയക്കുന്നത് എന്ന് മാത്രം. പക്ഷെ അതിനെ അങ്ങനെ അയച്ചതിന് ശേഷം ചേച്ചി വന്ന് കിടന്ന് ഇങ്ങനെ എന്നെ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിമർശിക്കാനുള്ള തീർച്ചയായിട്ടുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അധികാരം വെച്ച് ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിനോട് എതിര് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനാണ് അവർ നെഗറ്റീവ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നല്ല എന്തെങ്കിലും കണ്ടന്റ് കൊടുത്ത് അതിനെതിരായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റും. ഇവിടെ ചേച്ചി ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ട്, അതായത് ആൾക്കാരിലോട്ട് പബ്ലിക്കാക്കി കൊടുത്തിട്ടില്ലേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ്, അതായത് ഇത്രയും വലിയ സെലിബ്രിറ്റി ഒക്കെ ആകുമ്പോൾ ആ റൂം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിരിച്ചും സംഭവങ്ങളൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ആൾക്കാർ ഇരിക്കുന്നത്. പെട്ടെന്ന് ആ ഡോർ തുറന്ന് അകത്തോട്ട് കയറാൻ നേരം ബെഡ്ഷീറ്റ് പോലും വിരിച്ചിടാത്ത ബെഡ് ഒരിക്കലും ചേച്ചിയുടെ ഫോളോവേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രത്തോളം വിമർശനം നിറഞ്ഞിട്ടുള്ള കമന്റ് സംഭവങ്ങളൊക്കെ ചേച്ചിക്ക് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കി ഒന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ലൈഫ് ആണെങ്കിൽ ഇതേപോട്ട് പബ്ലിക് ആക്കുമ്പോൾ കുറേ ആൾക്കാർ വന്നിടത്ത് കാണുന്നത്. പ്രത്യേകിച്ച് ചേച്ചിയുടെ ഒരു കാര്യം പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരും പല രീതിയിൽ വന്ന് കിടന്ന് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ചേച്ചി അത് വായിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. പിന്നെ അവരെ വന്ന് കിടന്ന് കുറ്റം പറയാനും തെറി പറയാനും നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് ഇതേപോട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്തതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ല. എങ്കിൽ പോലും ചേച്ചി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിനോട് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ചേച്ചി ഇട്ടിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ്, അതിനകത്ത് ഏറ്റവും വിമർശിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കിക്കോ. ഇവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചിയുണ്ട് ഇവിടെ. ചേച്ചി രാവിലെ ചേച്ചി എല്ലാം വെച്ചിട്ട് പോയി. അപ്പം നിനക്ക് ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും.
വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. കേട്ടില്ല, അവിടുത്തെ ഫുഡും സംഭവങ്ങളൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലുതായിട്ടും തോന്നില്ല. സ്വാഭാവികമായിട്ട് ചേച്ചി, അതായത് ഈ ഗ്ലാമികയുടെ ഈ ഭർത്താവിന്റെ ചേച്ചിയാണെങ്കിൽ അവിടെ ഫുഡും സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ചേച്ചി അല്ലെങ്കിൽ ജോലിക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവിടം വരെയുള്ള എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ചേച്ചി അവിടെ പറയുന്നത് എനിക്കത് ശീലമേ ഇല്ലാത്തൊരു പരിപാടിയാണ്. എങ്ങനെ എണ്ണിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഏരിയയിലോട്ട് പോയിട്ടില്ല എന്നാണ് ഗ്ലാമിക് ചേച്ചി അവിടെ പറയുന്നത്. ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ പോയി ഒന്ന് ഹെൽപ്പെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മിനിമം മാനേഴ്സ് ആണ്. അത് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതലായിട്ട് നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടെ തന്നെ നല്ല രീതിക്കുള്ള വിമർശനം വന്നിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഇത് ഏറ്റെടുത്തിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാല് വയ്യ അമ്മയ്ക്ക്, അതുകൊണ്ട് തന്നെ ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോകുന്നത്. എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ പോയിട്ടില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ജോലിയൊന്നും ചെയ്യണ്ട. കാരണം ചേച്ചി കല്യാണം കഴിച്ചാൽ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ചിലവരുടെ മനസ്സ് സംതൃപ്തിയാവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൂടെ പോയെങ്കിലും നിൽക്കുന്നതൊക്കെ ഒരു മിനിമം മാനേഴ്സ്. പിന്നെ ആ ചേച്ചി ജോലി ചെയ്ത് ജോലിക്ക് പോകുന്നവരെ ഇങ്ങനെ വന്ന് കിടന്ന് ഈ റൂമിൽ വന്ന് ഇങ്ങനെ വ്ലോഗും സംഭവങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ചേച്ചി എല്ലാം പോയി കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി വരുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ വീഡിയോയുടെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഒപ്പീനിയൻസ് സംഭവങ്ങളൊക്കെ കാണും, ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് അയക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഗ്ലാമി ചേച്ചിയുടെ വീഡിയോയുടെ അടി കൂടുതലായിട്ട് നെഗറ്റീവ് കമന്റ്സ് ആണ് വന്ന് കിടക്കുന്നത്. ഇതേപോലുള്ള നെഗറ്റീവൊക്കെ കാട്ടി പറഞ്ഞു വെച്ചിട്ട് ചേച്ചി ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അതിനകത്ത് തന്നെ ജഡ്ജ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണം. കാരണം പലവരുടെ അഭിപ്രായം പലതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 25K സബ്സ്ക്രൈബ് ആക്കി തന്നേക്കാം, ബെല്ല് തന്നെ എവിടെ വെച്ചേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.